രമേശ് ചെന്നിത്തല രമേശേട്ടനാണ് ഇപ്പോൾ അമൃത വാർത്തകൾക്കൊപ്പം ചേരുന്നത്. പക്ഷേ അവസാന ലാപ്പിലേക്ക് തെരഞ്ഞെടുപ്പ് കടക്കുകയാണ്. എങ്ങനെയാണ് UDF-ന്റെ പ്രതീക്ഷ? കേരളം UDF 100 സീറ്റ് നേടി അധികാരത്തിൽ വരും. ഇത്തവണ വൻപിച്ച മാറ്റം ജനങ്ങൾ ആഗ്രഹിക്കുന്നു. ഈ മണ്ഡലത്തിൽ LDF സ്ഥാനാർത്ഥി പ്രധാനമായിട്ടും പറയുന്നത് മറ്റ് മണ്ഡലങ്ങളിലുള്ള വികസനം ഇവിടെ എത്തിയിട്ടില്ലെന്നാണ്. പക്ഷേ ഇവിടെ നമുക്ക് ജനങ്ങളുടെ ഒരു പ്രതികരണം മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. എന്താണ് ഈ ഹരിപ്പാട് മണ്ഡലത്തിന് വേണ്ടി കാഴ്ചവെച്ചിട്ടുള്ളത്? നിങ്ങളിക്കുന്ന ഈ റോഡ് തോടായിരുന്നു പണ്ട്. ഇവിടെ ഒരു മനോഹരമായി റോഡും പാലും ഒക്കെ നിർമ്മിച്ച പിന്നെ ആരാണ്? ഈ നാട്ടിൽ ഞാൻ പ്രതിപക്ഷത്തായിരുന്നു, 10 വർഷമായിട്ട് പ്രതിപക്ഷത്തായിരുന്നു. പക്ഷേ പ്രതിപക്ഷത്ത് നിന്നുകൊണ്ട് തന്നെ നാടിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി ഒത്തിരി കാര്യം ചെയ്തു. ഹരിപ്പാടിൽ മെഡിക്കൽ കോളേജ് ഇവിടെയാണ് 25 ഏക്കർ സ്ഥലം എടുത്തിട്ടിരിക്കുക. ഇടതുമുന്നണി ഗവൺമെൻറ് ക്യാൻസൽ ചെയ്തു. UDF എന്നാൽ ഹരിപ്പാട് മെഡിക്കൽ കോളേജ് യാഥാർത്ഥ്യമാണ്. ഇന്നലെ മുഖ്യമന്ത്രി ജില്ലയിലെത്തി. രമേശൻ നേരത്തെ പറഞ്ഞിരുന്നു മുഖ്യമന്ത്രി എത്തിക്കഴിഞ്ഞാൽ UDF-ന് അത് ഗുണകരമാകുന്നു. അമ്പലപ്പുഴയിലെ സാഹചര്യം UDF ഞാൻ നേരത്തെ പറഞ്ഞതാണ്. മുഖ്യമന്ത്രി വന്നോ നമ്മൾ രക്ഷപ്പെട്ടു. അപ്പോൾ സുധാകരൻ നല്ല ഭൂരിപക്ഷത്തോടെ ജയിക്കും. അതുതന്നെയാണ് കേരളത്തിൽ UDF തരംഗമാണ്. തീർച്ചയായും UDF അധികാരത്തിൽ വരുമെന്ന് തന്നെയാണ് രമേശ് ചെന്നിത്തലയ്ക്കും പറയാനുള്ളത്. ആലപ്പുഴയിൽ നിന്നും ആർ ആദർശനൊപ്പം അജയ് നാഥ്, അമൃത ന്യൂസ്.